നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിത മാറ്റങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ, ഇവർക്ക് ലഭിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ പല തരത്തിലാണ് ചില നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കും. ഈ നക്ഷത്രക്കാർ പറയുന്ന വഴിപാടുകൾ, ക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുകയും ഇവർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ തടസ്സങ്ങൾക്കുള്ള പരിഹാര മാർഗം അതിലൂടെ ജീവിതത്തിൽ വച്ചൊരു കയറ്റം വരെ സംഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ആദ്യമായി ഏറ്റവും അനുകൂലമായ സ്ഥിതിവിശേഷം ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവർക്ക് ധനപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായിട്ട് പലവിധ സാഹചര്യങ്ങളിൽ നിന്നും ഇവർക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന ആളുകളിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയിൽ അവരുടെ ജീവിതത്തിൽ പല ഇടപെടലുകളും സംഭവിക്കും. ഇവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ധനധാന്യ സമൃദ്ധി തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ രോഗശമനം സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. സർക്കാർ തലത്തിൽ നിന്ന് പോലും ഇവർക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളും അനുകൂലമായ സ്ഥിതിവിശേഷമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. കേസ് വഴക്കുകൾ ഇതിനൊക്കെ അന്ത്യം കുറിക്കുന്ന അനുകൂലമായ വിധി ഇവർക്ക് ലഭിക്കുന്നു. പ്രത്യേകിച്ചും പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥിതിയാണ്. വിദ്യാർത്ഥികൾക്ക് പല വിധത്തിലുള്ള അനുകൂലമായ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള ആലോചനകളും ഉപദേശങ്ങളും സ്വീകരിക്കാൻ സാധിക്കും. ഒരു ജീവിത പങ്കാളി ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് യാത്രയിലൂടെ ഇവർക്ക് വലിയ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ചെയ്യേണ്ടത് ഗണപതി ഭഗവാന് മോദകം വഴിപാട് സമർപ്പിക്കുക, കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില അരിഷ്ടതകൾ ഉണ്ടായിരുന്ന ഒരു സമയം ആയിരുന്നു. അതിനൊക്കെ അന്ത്യം കുറിക്കാൻ സാധിക്കുന്നു. അസ്വസ്ഥതകൾ മാറി ഇവർക്ക് ജീവിതത്തിൽ സൂര്യശോഭയോടുകൂടി അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സർവ്വ വിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ധനം, പേരും പ്രശസ്തിയും ഇതൊക്കെ വന്നു ചേരുന്ന ഉയർച്ചയിലൂടെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി ഏർപ്പെടുന്ന കാര്യങ്ങളിൽ, അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ വലിയ തോതിലുള്ള അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാവുകയും കുടുംബാംഗങ്ങളുടെ യോജിപ്പ് അവരുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇവർ ചെയ്യേണ്ട അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്നു. അതിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ വരുമാന മാർഗങ്ങൾ, സ്രോതസ്സുകളൊക്കെ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് പുറപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയം. പഠന കാര്യത്തിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുകയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ പല ഇടപെടലുകളും സാധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര വഴിപാടുകൾ സമർപ്പിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലഭിഷേകം പോലുള്ള വഴിപാടുകൾ ചെയ്യുകയും പ്രത്യേകിച്ചും ചൊവ്വ ദിവസങ്ങളിൽ ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ നാഗരാജ ക്ഷേത്രത്തിൽ മഞ്ഞൾ അഭിഷേകം
ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് സർവകാര്യ വിജയമാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും മനസ്സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഇവർക്ക് പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കും. കുടുംബ സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയും മനസ്സമാധാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒട്ടേറെ ഗുണഫലങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വീട്, വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുകയും ഒട്ടേറെ ഗുണാനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം. കടം വാങ്ങിയ തുക തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില വീഴ്ചകൾ വരുത്തുകയാണെങ്കിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ശ്രദ്ധിക്കുക. ഗണപതി ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുകയും ശിവഭഗവാന് കൂടമാല ചാർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കുമൊക്കെ കാരണമാകുന്ന അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം പ്രകടമാകുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. നല്ല കാലത്തിൻ്റെ അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ മികച്ച അവസരങ്ങളും ഉയർച്ചകളുമൊക്കെ ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും മികച്ച മുന്നേറ്റവുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ കണ്ടുവരുന്ന ഒരു സമയം. ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. സർക്കാർ തലത്തിൽ നിന്നുള്ള ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാകുന്നു. ദാമ്പത്യ സൗഖ്യം വന്നു ചേർന്ന് പുത്രലാഭം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരുകയും ഉയർന്ന വരുമാനം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ്. ശത്രു നാശത്തിനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. ബന്ധു മിത്രാദികളുമായി അഭിപ്രായ തർക്കത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ഒട്ടേറെ മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു. പല മേഖലകളിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നു. മാതാപിതാക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും കുടുംബസ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഒരുങ്ങുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്തെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. വീട്, ഭൂമി, വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.